ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തിക വന്ന് ശാലിനിക്ക് കൊടുക്കാനായിട്ട് ഒരു പീസ് കേക്ക് എടുക്കുകയാണ്. അത് ചെറിയുള്ള കേക്ക് തന്നെയാണ്. ആ സമയത്താണ് അയ്യോ വിഷ്ണു അച്ഛന് കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പപ്പി വന്ന് പൊന്നിയോട് കേക്ക് ചോദിച്ചത്. പൊന്നി ആൻറ്റി കേക്ക് വേണമെന്ന് പറയുന്നു. ദാ എടുത്തോ എന്ന് പൊന്നി പറയുമ്പോൾ എനിക്ക് ആ പീസാണ് വേണ്ടത് എന്ന് കാർത്തിക എടുത്ത പീസിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് പപ്പിമോള്. അതെന്തിനാ മോളെ, അത് ആന്റി എടുത്തതല്ലേ എന്നെ പൊന്നി പറയുമ്പോൾ പപ്പി പറയുന്നു എനിക്ക് ചെറിയുള്ള പീസ് തന്നെ വേണം. ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക. അതങ്ങ് കൊടുത്തേക്ക് എന്ന് പൊന്നി കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക പറയുന്നു അല്ല എനിക്കിത് വേണം. എന്താ കാർത്തിക ഇത് കൊച്ചു കുട്ടികളുമായിട്ടാണോ കേക്ക് പീസിനടി? പോരെങ്കിൽ ഇവളുടെ ഇന്ന് ബർത്ത്ഡേ അല്ലേ, ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് പൊന്നി ഇപ്പോൾ കാർത്തികയുടെ കയ്യിൽ നിന്ന് ആ പീസ് വാങ്ങി പപ്പിക്ക് കൊടുക്കുന്നു. മോള് കൊണ്ടുപോയിക്കോ എന്നും പറയുന്നു. കാർത്തിക വിഷമിക്കാതെ കാർത്തികയ്ക്ക് ഒരു ചെറിയ ഞാൻ കിച്ചണിൽ നിന്ന് എടുത്തു തരാൻ പോരെ എന്ന് പൊന്നി പറയുന്നു. ടെൻഷനോടെ മധുശ്രീയെ നോക്കുകയാണ് കാർത്തിക. ഒരു കഷ്ണം കഴിക്കുന്നോ എന്ന് പറഞ്ഞ് പൊന്നി ഇപ്പോൾ കേക്കുമായിട്ട് മധുശ്രീയുടെ അരികിലേക്ക് വന്നു. കൊണ്ട് പോടി അവിടെ നിന്ന് എന്ന് മധുശ്രീയും പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ പൊന്നി അവിടെ നിന്ന് പോകുന്നു. കാർത്തിക മധുശ്രീയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മധുശ്രീ എന്ന്, കുഴപ്പമില്ലടി, എനിക്ക് ചെറിയ ഡെഡ് ബോഡി ആണെങ്കിലും മതി. ഞാനൊരു പിശാചാണെന്നായിരിക്കും നീ ഇപ്പോ കരുതുന്നത്. അതേടി, പിശാചിനേക്കാൾ കഷ്ടമാണ് ഞാൻ. ശാലിനിയുടെ കണ്ണീരിന് ഒരു തുള്ളി കണ്ണുനീര് അടർന്ന് കാണാൻ പിശാചിനേക്കാൾ മോശക്കാരിയാകും ഞാൻ. ചാകുന്നത് അവളുടെ അനുജത്തിയുടെ കുഞ്ഞല്ലേ, എനിക്ക് അതായാലും മതി എന്നൊക്കെ മധുശ്രീ പറയുമ്പോൾ ദേഷ്യത്തോടെ മധുശ്രീയെ കാർത്തിക നോക്കുന്നു. എന്നാൽ പപ്പി ആ കേക്ക് വിഷ്ണുവിന് കൊടുക്കുന്നതാണ് ഇവർ കാണുന്നത്. വിഷ്ണു വെച്ച കേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മോള് കഴിച്ചോ എന്ന് വിഷ്ണു പറയുന്നു. ഞാൻ വിഷ്ണു അച്ഛന് ബർത്ത്ഡേ കേക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പപ്പി പറയുന്നു. അല്ലെങ്കിൽ വിഷ്ണു അച്ഛനെ മറക്കുമല്ലോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്. ഈശ്വര, ചതിച്ചോ വിഷ്ണു ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക. അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട് വിഷ്ണു. കുറച്ച് പപ്പിയുടെ വായിലും വെച്ച് കൊടുത്തു. ഇത് വിഷ്ണു അച്ഛന്റെ വക എന്നും പറയുന്നുണ്ട്. ഞാൻ കരുതി നീ എന്നെ മറന്നു കാണുമെന്നാ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അങ്ങനെ വിഷ്ണു അച്ഛനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് ഒരു ചുംബനം കൊടുക്കുകയാണ് പപ്പി. ബാക്കി മോള് കഴിച്ചോ എന്ന് വിഷ്ണു. പറ്റില്ല, വിഷ്ണു അച്ഛൻ തന്നെ കഴിക്കണമെന്ന് പപ്പി പറയുന്നു. ഇങ്ങ് താ എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിയുടെ കയ്യിൽ നിന്ന് ആ കേക്ക് വാങ്ങി. സത്യ വാ എന്ന് പറഞ്ഞ് പപ്പിയും സത്യയും കൂടി അപ്പുറത്തേക്ക് പോകുന്നു കളിക്കാനായിട്ട്. വിഷ്ണു ഇപ്പോൾ ആ കേക്ക് പീസ് കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. പെർഫെക്റ്റ്, ഇതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ മധുശ്രീ പറയുന്നുണ്ട്. ശാലിനി ജീവിതകാലം മുഴുവൻ ഉരുകി തീരാൻ വിഷ്ണു തന്നെ ചാകണം എന്ന് മധുശ്രീ പറയുന്നു. ഇതേസമയം ശാലിനി വിഷമത്തോടെ പുറത്തു നിൽക്കുന്നത് വിഷ്ണു കാണുകയും വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവനിത് എങ്ങോട്ടാ പോകുന്നത് എന്ന് മധുശ്രീ വിചാരിക്കുന്നു. ശാലിനിയുടെ അരികിൽ ആ കേക്ക് പീസുമായി നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ശാലിനി മിണ്ടാറ് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞോളാൻ ശാലിനി പറയുന്നു. ദാ കേക്ക് കഴിക്കുമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. ഞാൻ കഴിച്ചതാ എന്ന് ശാലിനി പറയുന്നു. ഞാൻ തരുന്നതല്ലേ എന്ന് വിഷ്ണു. അത് കൊടുക്കാൻ ഇപ്പോ വേറെ ആളില്ലേ എന്ന് ശാലിനി പറയുന്നു. എന്റെ കണ്ണുകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കണ്ടില്ലേ, അവളെ വിഷ്ണു തന്നെ വിഷം കൊടുത്ത് കൊല്ലുന്നു എന്നൊക്കെ മധുശ്രീ. വിഷ്ണു ഇട്ടപ്പോ ആൾക്കാർ ശ്രദ്ധിക്കും, ഇനിയിപ്പോൾ പുതിയ കഥയൊന്നും ഇറങ്ങണ്ട എന്നൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. സത്യ ഇപ്പോൾ അവിടേക്ക് വന്നു. ബിഗ് ഫ്രണ്ട്, ഹായ്, ചെറിയുള്ള കേക്ക് എന്നൊക്കെ സത്യ പറയുമ്പോൾ മോൾക്ക് വേണോ എന്ന് വിഷ്ണു. എനിക്ക് തരുമോ ബിഗ് ഫ്രണ്ട് എന്ന് സത്യ ചോദിക്കുന്നു. ദാ മോള് വെച്ചോ എന്ന് പറഞ്ഞ് ആ കേക്ക് ഇപ്പോൾ വിഷ്ണു സത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതിപ്പോ എങ്ങോട്ടേക്കായി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ വിചാരിക്കുന്നുണ്ട്. ആ കേക്കിലേക്ക് നോക്കി നിൽക്കുകയാണ് സത്യ. ഈ സമയം വിഷ്ണു അകത്തേക്ക് പോകുന്നു. വിഷ്ണു അകത്തേക്ക് പോയപ്പോൾ ശാലിനി സത്യയോട് പറയുന്നു, മോളെ ആ കേക്ക് പീസ് അമ്മയ്ക്ക് തരുമോ എന്ന്. അമ്മയ്ക്ക് ഞാൻ തന്നതല്ലേ എന്ന് സത്യ. അത് സാരമില്ല, ഇതിപ്പോ അമ്മയ്ക്ക് താ എന്ന് ശാലിനി. അമ്മയ്ക്ക് വേറെ എടുത്ത് തന്നാ പോരെ എന്ന് സത്യ. അത് പറ്റില്ല മോളെ, ഇത് തന്നെ അമ്മയ്ക്ക് വേണമെന്ന് ശാലിനി. എങ്കിൽ ചെറി ഞാൻ എടുക്കുമെന്ന് സത്യ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ചെറി സത്യ എടുത്ത് കൈ വെച്ചിട്ട് കേക്ക് ശാലിനിക്ക് കൊടുക്കുന്നു. ഇതെന്തായി നടക്കുന്നത് എന്നെ മധുശ്രീ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ അറിയാമെന്ന് കാർത്തിക പറയുന്നു. ആ ചെറിയുമായി അകത്തേക്ക് പോവുകയാണ് സത്യ. പപ്പിയുടെ അരികിലേക്ക് പോകുന്നു. ഇത് എവിടെന്നാ എന്ന് പപ്പി പറയുമ്പോൾ കേക്ക് പീസിന്നാണെന്ന് സത്യ. ഇത് ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്തതല്ലേ എന്ന് പപ്പി പറയുമ്പോൾ ഇത് എന്റെയാണെന്ന് സത്യ. ഇങ്ങ് താ എന്നൊക്കെ പപ്പിയും പറയുന്നു. തരില്ല എന്ന് പറഞ്ഞ് ആ ചെറിയും കൊണ്ട് മുകളിലേക്ക് ഓടുകയാണ് സത്യ. സത്യ നിക്ക് എന്ന് പറഞ്ഞ് പപ്പി സത്യയുടെ പിറകെ ഓടുന്നു. ഈ കുട്ടികൾ എന്താ ഓടിക്കളഞ്ഞതെന്ന് മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു, ഇനി കുട്ടികളുടെ കയ്യിലാണോ ചെറിയെന്ന്. എങ്കിൽ നന്നായി, രണ്ടിലേത് പോയാലും അവള് ശാലിനി നെഞ്ചിപ്പൊട്ടി കരയുമെന്നും മധുശ്രീ പറയുന്നു. എനിക്കത് കണ്ടാ മതിയെന്നും പറയുന്നുണ്ട്. രോഹിത് അവിടേക്ക് വരുന്നു. ശ്യാമ രോഹിതിനോട് കുട്ടികളെ തിരക്കുന്നുണ്ട്. കുട്ടികൾ അവിടെയുണ്ട് എന്ന് രോഹിത് പറയുന്നു. ശ്യാമ കുട്ടികളെ തിരക്കി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ആ കേക്ക് കഴിക്കുകയാണ് ശാലിനി. ഞാൻ അവൾക്കൊരു ആശംസ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മധുശ്രീ ശാലിനിയുടെ അരികിലേക്ക് പോകുന്നു.
എന്താ ശാലിനി ഒരു പരിചയമില്ലാത്തതുപോലെ? ഒന്നുമില്ലെങ്കിലും 6-7 വർഷത്തിന്റെ ബന്ധമില്ലേ നമുക്ക് എന്ന് മധുശ്രീ പറയുമ്പോൾ ശാലിനി പറയുന്നു 6 അല്ല 60 വർഷത്തെ പരിചയമുണ്ടെങ്കിലും പാമ്പിനെ പേടിക്കുക തന്നെ വേണമെന്ന് ശാലിനി. ഇനി നമ്മൾ തമ്മിൽ എന്താണ് ഒരു ശത്രുത? വിഷ്ണുവിന്റെ താലിക്ക് വേണ്ടിയല്ലായിരുന്നോ? ഇനിയിപ്പോൾ മണ്ണും ചാരി നിന്നവൾ കപ്പും അടിച്ചുകൊണ്ട് പോയില്ലേ? ദേ അവള് എന്നൊക്കെ മധുശ്രീ പറയുമ്പോൾ കാർത്തികയെ നോക്കുകയാണ് ശാലിനി. മത്സരം കഴിഞ്ഞു, ഒരാളെ വിജയിയായി പ്രഖ്യാപിച്ചു. മത്സരാർത്ഥിയായി നിന്നിരുന്ന നമ്മൾക്കിടയിൽ ഇനി ശത്രുതയുടെ ആവശ്യമില്ല. പരസ്പരം കൈകോർത്ത് ഇനി അവരവരുടെ വഴിക്ക് വിഷ്ണുവിന് ചേരും അവൾ, നിന്നെക്കാളും എന്നെക്കാളും. നമ്മളെപ്പോലെ സിവിൽ സർവീസിന്റെ ഭാരം അവളുടെ തോളത്തില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ മധുശ്രീ പറയുന്നു. അനാഥാലയത്തിൽ വളർന്ന കുട്ടിയായതുകൊണ്ട് സത്യാമ്മ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വീട്ടമ്മയായിട്ട് അവൾ ഒതുങ്ങിക്കൂടും. നീ ഇപ്പോ കാർത്തികയെ പരിചയപ്പെട്ടതേ ഉള്ളൂ അല്ല എന്നൊക്കെ ശാലിനി. എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് ഒരു തവണ കണ്ടോ? ഒരു വഴി ചോദിക്കുന്നത് അത്ര വലിയ പരിചയമായി പറയാൻ പറ്റുമോ എന്ന് മധുശ്രീ ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഏറെക്കുറെ അതിന്റെ ചിത്രം എനിക്ക് വ്യക്തമായി വരുന്നുണ്ട്. ആ ചിത്രം പൂർണ്ണമാകുന്നതിന്റെ അന്ന് നിന്നെ തേടിയേണ്ട ഒരു വരവുണ്ടാകും. നീ എവിടെ പോയി ഒളിച്ചാലും എന്നൊക്കെ ശാലിനി മധുശ്രീയോട് പറയുന്നു. നീ ഇപ്പോഴും എന്താണ് ശാലിനി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ? ഇനി നിനക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ച് നോക്കുക. ജില്ലാ കളക്ടർ അല്ലേ? പോലീസും എക്സൈസും കസ്റ്റംസും എല്ലാവരും നിന്റെ നിയന്ത്രണത്തിനല്ലേ? അതും അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. ഇതിന്റെയൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ശാലിനിയുടെ ആവശ്യം മതി. അതും ജില്ലാ കളക്ടർ ശാലിനി അല്ല, ഈ രാജ്യത്തെ ഒരു സാധാ സിറ്റിസൺ ആയ ശാലിനിയെ. ഞാനിനി എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നറിയാം ശാലിനി. ഞാൻ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം പറയാൻ വന്നതാണ്. അതും എൻ്റെ മനസ്സിലെ ഒരു സമാധാനത്തിന് എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് മധുശ്രീ. ഇറ്റ്സ് ഓവർ ശാലിനി, നമുക്ക് 3 പേർക്കും കൈ കൊടുത്ത് പിരിയാം. ഞാനും നീയും കാർത്തികയും. വിഷ്ണു ഏട്ടൻ എൻ്റെ ലക്ഷ്യമല്ല മധുശ്രീ, എൻ്റെ മാത്രം സ്വത്താണ്. എനിക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ദൂരം. അത് മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് എൻ്റെ പ്രാണവായു നിലനിൽക്കുന്നത് എന്നൊക്കെ ശാലിനി പറയുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ശാലിനി. വഴക്കടിക്കാനല്ല, ഒരു ആശംസ നേരാനാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ആശംസ കൊടുക്കുകയാണ് ശാലിനിക്ക് മധുശ്രീ. എന്നാൽ ആ കൈ കൊടുക്കാൻ തയ്യാറാവുന്നില്ല ശാലിനി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം, അതിന് ഇത് എൻ്റെ ബർത്ത്ഡേ അല്ല എന്ന് ശാലിനി പറയുന്നു. ആയിക്കോട്ടെ, ആരുടേതായാലും ഇനി ഒരു ബർത്ത്ഡേ ഉണ്ടായില്ലെങ്കിലോ എന്ന് മധുശ്രീ പറയുമ്പോൾ ദേഷ്യത്തോടെ ശാലിനി മധുശ്രീയെ നോക്കുന്നു. ഇനിയൊരു ബർത്ത്ഡേ ആഘോഷം ഇതുപോലെ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കുട്ടികളുടെയും ഒരുമിച്ച്. വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ ശാലിനി? ഇനി നിനക്ക് ഇതുപോലെ ഇവിടെ വന്ന് കയറാനും ബർത്ത്ഡേ ആഘോഷിക്കാനും കഴിയോ? അതിന് സത്യാമ്മ സമ്മതിക്കോ? ശാലിനിയുടെ കഴുത്തിലെ ആ താലി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ മധുശ്രീ. ഇത് ഒരു ജന്മം വിഷ്ണുവേട്ടൻ ഒരാളുടെ കഴുത്തിലേക്ക് ഇട്ടുവെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് സത്യയുടെയും പപ്പിയുടെയും ബർത്ത്ഡേ ഇനിയും ഒന്നിച്ച് തന്നെ ആഘോഷിക്കും. അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ. ഇത്രയും പൊളിഞ്ഞു നിൽക്കുമ്പോഴും ഇവളുടെ ആത്മവിശ്വാസം അപാരം തന്നെ. പക്ഷേ ആ കുഞ്ഞുങ്ങൾ 2 പേരും അടുത്ത ബർത്ത്ഡേക്ക് ഈ ഭൂമിക്ക് മേളിൽ ഉണ്ടെങ്കിലല്ലേ ആഘോഷം നടക്കുകയുള്ളൂ എന്നൊക്കെ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു. ബെസ്റ്റ് വിഷസ്, നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യവും അനുവദിക്കുന്നത് അവിടെ നിന്നല്ലേ? അത്രയും പറഞ്ഞ് മധുശ്രീ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും അവരവരുടെ കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. കുട്ടികൾ 2 പേരും മുകളിലേക്ക് പോയിരിക്കുന്നു. ഇതുവരെ തിരികെ വന്നിട്ടുമില്ല. ടെൻഷനിലാണ് കാർത്തിക. എന്നാൽ ഇപ്പോൾ കുട്ടികൾ തിരികെ വരുന്നു. എവിടെയായിരുന്നു 2 പേരും എന്ന് ചോദിക്കുന്നു. അപ്പുറത്തുണ്ടായിരുന്ന സത്യാമ്മയെന്ന് പപ്പി. കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കാർത്തിക പറയുമ്പോൾ ഇപ്പോൾ കുഴപ്പമുണ്ടാകില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് മയക്കം വരും എന്നൊക്കെ മധുശ്രീ പറയുന്നു. ഇതിപ്പോൾ കുട്ടികളായോണ്ട് ആരും ശ്രദ്ധിക്കില്ല. ആ ഉറക്കത്തിനിടെ ഹൃദയം പണിമുടക്കും, കൈയും കാലും അനക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോൾ കുട്ടികളായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല. ചത്ത് മലച്ചു കഴിയുമ്പോഴേ മറ്റുള്ളവർ തിരിച്ചറിയൂ എന്ന് മധുശ്രീ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ പോലും ആ കെമിക്കൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് മധുശ്രീ പറയുന്നു. അല്പം കഴിയുമ്പോൾ അതിൽ 1 ഡെഡ് ബോഡി ആവും. എന്നാലും ഇവരുടെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടില്ലേ? അതേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. നമ്മൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല, ചാകുമ്പോ പോലും എന്നൊക്കെ മധുശ്രീ പറയുന്നു. ഇതൊക്കെ കേട്ട് കാർത്തിക ടെൻഷനോടെ നിൽക്കുന്നു. സത്യ, ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ എന്താണെന്ന് തുറന്നു നോക്കാം എന്ന് പറഞ്ഞ് 2 പേരും ഗിഫ്റ്റ് തുറന്നു നോക്കാനായി പോകുന്നു. പൊന്നിയും പിള്ളച്ചേട്ടനും അവരുടെ കൂടെ പോകുന്നു. ശ്യാമ താഴേക്ക് ഇറങ്ങി വരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട് എന്ന് സത്യഭാമ എല്ലാവരോടും പറയുന്നു. ബന്ധുക്കളും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും എത്തിച്ചേർന്നുകൊണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരം ഇന്ന് തന്നെയായിരിക്കുമെന്ന് ഭാമ പറയുന്നു. ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. വിഷ്ണുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ് ഭാമ. കാർത്തികയും അരികിലേക്ക് വിളിക്കുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കി എന്ന് പറഞ്ഞ് കാർത്തികയെ വിഷ്ണുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ഭാമ.
ഇത് കാണുമ്പോൾ ദേഷ്യത്തോടെ രാഘവൻ നോക്കുന്നു. എന്റെ മൂത്ത മകൻ വിഷ്ണു വിവാഹം കഴിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ദേ ഇവളെ പേര് കാർത്തിക. അധികമാരും അറിയാതെയായിരുന്നോ കല്യാണം. ക്ഷണിക്കാത്തതിനെ പലരും പരിഭവം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അറിഞ്ഞില്ല എന്നൊക്കെ ഭാമ പറയുന്നു. എല്ലാവരുടെയും പരാതി പരിഭവം തീർക്കാൻ പോവുകയാണ്. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ് എന്ന് ഭാമ പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെയാണെന്നും ഭാമ പറയുന്നു. എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം കൈയടിക്കുന്നു. മധുശ്രീയും കൈയടിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.